സഹോദരന്മാരെ, ഇന്ന് ഈ നടക്കുന്ന ചടങ്ങിന് എത്രമാത്രം മാധുര്യമുണ്ടെന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. എന്തായാലും നാടകകൃത്തായിട്ടുള്ള ചെറിയൻകീഴ് ഗംഗാധരൻ നായരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സംഘാടക സമിതി ഈ ഒരു പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മത്തിനോടുകൂടെ അത് സ്വീകരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയോട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് ധാരാളം എനിക്ക് മുമ്പ് സംസാരിച്ച ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രമുണ്ട്. നാടകം തുടങ്ങുന്നത് കവിതയിൽ നിന്നാണ്. ഏതൊരു കവിതയും അതിൻ്റെ മൂലം തുടങ്ങുന്നത് നാടകത്തിൽ നിന്നും. നാടകവും കവിതയായിട്ട് അത്രമാത്രം ബന്ധമുണ്ട്. ആ ഒരു അർത്ഥം വെച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് വായിക്കാനിടയായ ഒരു പുസ്തകത്തിൽ അതാരുടെ കവിത എന്ന് ചോദിച്ചാൽ കവി എന്നൊരു പക്ഷേ നിങ്ങൾ അംഗീകരിക്കുക എന്നറിയില്ല. സാക്ഷാൽ പി ഭാസ്കരൻ്റെ ഗാനരചയിതാവും നാടകകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നാടക നടനും എല്ലാമായ ശ്രീ പി ഭാസ്കരൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു ചെറിയ കവിത മാത്രം ഞാൻ ആലപിച്ചുകൊണ്ട് എൻ്റെ ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഒരു സെക്കൻഡ്. കവിതയുടെ പേര് ഇവിടെയുള്ള ഒരുപടി ആൾക്കാർക്ക് ചിന്തിക്കാനും ആസ്വദിക്കാനും കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇടയായ ഒരു കവിതയാണ്. ഇത് രചിച്ചിരിക്കുന്നത് 1962 കവിതാ പുസ്തകത്തിൻ്റെ പേര് ചൂരുന്ന തേൻകുടം. എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ. കവിതയുടെ പേര് വൃദ്ധൻ്റെ പിറന്നാൾ. വൃദ്ധൻ്റെ പിറന്നാൾ. ഞാൻ കവിത വായിക്കാം. പുത്രൻ്റെ കമ്പി ജന്മദിനത്തെത്തിയോർമ്മിപ്പിക്കാൻ മറ്റന്നാൾ ഉത്രാടം ആണ് ആഘോഷിക്കണം അച്ഛൻ. അച്ഛനോട് മകൻ കമ്പിടിച്ച് പറയുന്ന സന്ദേശമാണ്. കുംഭത്തിലെ ഉത്രമോ ഞെട്ടിപ്പോയി വൃദ്ധൻ. തനിക്ക് 80 വയസ്സായെന്നോ കഷ്ടം രാപ്പകൽ കതിരുകൾ. എന്നിനി പഴകിയ തേർ വലിച്ചിപ്പാതയിൽ എന്നും ഇങ്ങനെ യതിവേഗത്തിൽ കിതയ്ക്കുന്നു. ഒറ്റയാനല്ലോ ഞാനീ വാർദ്ധക്യത്താഴ്വാരത്തിൽ മറ്റൊരു പിറന്നാളിൽ പച്ചോല പട്ട കീഴിൽ. മൃത്യുവിൻ വാരിക്കയുണ്ടാകാം ഒരു പക്ഷേ നിത്യനിദ്രയിൽ തന്നെ ഉറക്കം ഇനി എത്ര നാൾ. പൂർണ്ണ സൗഭാഗ്യാശ്ലിഷ്ട ഗ്രഹത്തിൽ പഴം കിട്ടിൽ കർണവിഹിതങ്ങൾ ഒറ്റയ്ക്കാണ് താമസം നാളേറെയായി. പാതിമെയ്യായി തൻ്റെ ഭൂതകാലാരാമത്തിൽ പാതയിൽ കൂടെ ചേർന്ന സഹയാത്രിക പണ്ടേ തന്നെ ഈ ആരാണ്യത്തിൽ തനിയെ വിട്ടും കൊണ്ട് വന്ന വേഗത്തിൽ തന്നെ തിരികെ പറന്നുപോയി. പിരിയും നേരം തൻ്റെ പ്രേയസി തന്നെ ഏൽപ്പിച്ചൊരരുമച്ചക്കൻ മാത്രം ഇരുളിൽ വിളക്കായി അവനിൽ എണ്ണയായി പകർന്നു താൻ വാത്സല്യം. അവനിൽ തിരിയുമായി കത്തി നിന്നു ഞാൻ ത്യാഗം. അവനായി ജീവിച്ചു ഞാൻ ആ ജീവിതത്തിൽ കൂടി അറിയാതലിഞ്ഞലിഞ്ഞുള്ളിലാൽ ഉള്ളിലായി എത്തി ഞാൻ ഇല്ലാതായി. ആ മുള വളർന്നതും തരുവായതും
പിന്നെ ഭൂമിയിൽ തനിക്കുള്ള തണൽ തേന്മാവായതും ബാല്യവും കൗമാരവും പിന്നിട്ട തൻ പുത്രനെ കാല്യമാം ഗാർഹസ്ഥ്യത്തിൽ താൻ തന്നെ നയിച്ചത്. ഒരു 10 വരി കൂടി എഴുതും. 2 പിഞ്ചോമന ഓമനകൾ കുഞ്ഞിക്കാലടിച്ചു വെച്ച് തൻ്റെ നെഞ്ചിലും വീട്ടുമുറ്റത്തും കളിച്ചതും എല്ലാം താൻ ഓർത്തിടുന്നു. പിന്നീട് ഇപ്പാരിൽ തനിക്കെല്ലാമായിരുന്ന മകനും കുടുംബവും. ഉന്നത വിരുദ്ധത്തിൻ നേട്ടങ്ങൾ കൊയ്യാനായി ഉൾവിളിക്കൊപ്പം ഗവേഷണങ്ങൾ ചെയ്യാനായി മറ്റൊരു ഭൂഖണ്ഡത്തിൽ ചേക്കേറി പാർപ്പായി സ്വന്തം പുത്രൻ്റെ ഉന്നതി പുണ്യലക്ഷ്യമായി കണ്ടു. താതനെ സ്വന്തം മണ്ണിൽ തനിച്ചായി വയസ്സേറി പുതലിച്ചൊരി കരം ആർക്കിനി മാറ്റാനൊക്കും. വർഷത്തിലൊരിക്കൽ വന്നെത്തിയിടും സ്നേഹത്തിൻ്റെ വർഷപാതമായി വെള്ളപ്പൊക്കമായി അവരെല്ലാം. ആവതും വളക്കൂറ് ചേർത്തിടും വിട ചൊല്ലി പോകുമാർ ക്ഷണം തൊട്ട് വീണ്ടും താൻ ഒറ്റയ്ക്കാകും. പുത്രൻ്റെ കമ്പി വീണ്ടും എത്തട്ടെ ജന്മാർഷങ്ങൾ എത്രയോ വട്ടം വീണ്ടും സൗഖ്യങ്ങൾ വർഷിക്കട്ടെ. പുഷ്പചിത്രാലങ്കൃതമായ ഇലക്കോട്ടിന് മുന്നിൽ പുത്രൻ്റെ കമ്പി ദീർഘായുഷ്മാനായി ഭവിച്ചാലും. എന്തിനു വേണ്ടി സ്വയം ചോദിച്ചു വൃദ്ധൻ. കഷ്ടം എന്തിനു വേണ്ടി, ആർക്ക് സന്തോഷം നിവേദിക്കാൻ? എനിക്കോ അയൽക്കാർക്കോ? വീട്ടുവേലയിൽ എന്നും തനിക്ക് കൂട്ടായെത്തുന്ന വൃദ്ധയും വല്യമ്മയ്ക്കോ? മറ്റിലെ എലികൾക്കോ? ഉപബോധത്തിൽ വന്ന് ഉപ്പിറ്റി മണക്കുന്ന മരണവ്യാഘ്രത്തിനോ? ഉച്ചയൂണിന് ഊട്ടായിരിക്കും മാർജാരനോ? എച്ചിൽ നക്കുവാൻ നിത്യമെത്തിയിടും ശ്വാനന്മാർക്കോ? ആർക്കു വേണ്ടി ഞാൻ ദീർഘായുഷ്മാനായി ജീവിക്കണം? പൂക്കുലം എത്തിയിടുന്നു ലക്കോട്ട് വീണ്ടും മുന്നിൽ. ഇത് വായിച്ചിട്ട് എന്തുകൊണ്ടറിയില്ല എൻ്റെ കണ്ണിൽ നിറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നമസ്കാരം.